കേരള വിഷൻ്റെ വിമൺ എംപവർമെൻറ്റ് ഇനീഷ്യേറ്റീവാണ് സ്ത്രീപക്ഷം. നമ്മുടെ സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തുറന്നു പറയാനുള്ള വേദി ഒരുക്കുകയാണ് സ്ത്രീപക്ഷത്തിലൂടെ. ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ അത്ര സുപരിചിതമല്ലാതിരുന്നത് ഇന്നിപ്പോൾ വളരെയധികം എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സ്ത്രീ എത്രമാത്രം സുരക്ഷിതയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സ്ത്രീപക്ഷത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതിനൊരു ചർച്ചയ്ക്ക് എത്തിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാം. ജ്യോതി നാരായൺ, സൂര്യനെല്ലി കേസ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളിലും ഇടപെട്ട് ഒരു ആക്ടിവിസ്റ്റാണ് ജ്യോതി നാരായൺ. അതിനേക്കാൾ ഉപരി ഒരു മൂന്ന് പതിറ്റാണ്ട് കാലം മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് തുടങ്ങി വെച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. സ്വാഗതം. ആരതി മോഡലും ഫിലിം ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്ന ആളാണ്, ഓൾസോ റൈറ്ററാണ്. ഇപ്പോൾ ഒരു ന്യൂ ജനറേഷനിൽ നിന്ന് നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആരതിയുടെ കാഴ്ചപ്പാടുകളുണ്ടാവും. അഞ്ജു കാർത്തിക ആദ്യം അധ്യാപന രംഗത്തായിരുന്നു, അതിനുശേഷം പിന്നീട് വ്യവസായ രംഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എഴുത്തുകാരിയും ഇപ്പോൾ അഭിനയ രംഗത്തുമുണ്ട്. ആദ്യം നിയമപരമായൊരു വിവാഹ ജീവിതത്തിലുണ്ടായ ശേഷം അതിൽ നിന്നുള്ളൊരു പരാജയത്തിന് ശേഷം ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പത്മജ മേനോൻ. എത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീ സുരക്ഷിതയാണ് എന്നതിനെക്കുറിച്ച് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ പത്മജ മേനോന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. വിവാഹം എന്നൊരു കൺസെപ്റ്റ് നിന്ന് മാറി വിവാഹം എന്നതല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത്, ആ ഒരു തീരുമാനത്തിലേക്ക് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പേ എത്തിയ ആളാണ് ജ്യോതി നാരായൺ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, എങ്ങനെയാണ് ഇതിൽ സുരക്ഷിതയാണോ സ്ത്രീ? വിവാഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ഇതാണ്. അതേസമയം ഇപ്പോൾ എണ്ണചേരുക, കുട്ടികൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ ഇതാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ലീഗൽ ഇത് വേണം. നമുക്ക് സോഷ്യലായിട്ടുള്ള ബെനിഫിറ്റ്സ് ലഭിക്കണം എങ്കിൽ നമുക്ക് ഒരു ലീഗൽ കോൺട്രാക്റ്റ് വേണം. അതല്ല, നമുക്ക് പ്രണയിക്കാൻ ഒരു കോൺട്രാക്റ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഒന്നിച്ച് താമസിക്കാൻ, എണ്ണ ചേരാൻ, കുട്ടികൾ ഉണ്ടാവാൻ, ഇതിനൊന്നും ഒരു ലീഗൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് സോഷ്യലായിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും അതിൻ്റെ അവകാശങ്ങളും ലഭിക്കണമെങ്കിൽ അതിനൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. അതല്ലെങ്കിൽ അപ്പം ഞാൻ ഒരു 34 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ആ ആളുമായിട്ടുള്ള സൗഹൃദം മാത്രം മതി എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. അതിൻ്റെ പുറത്താണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. അക്കാലത്ത് ആകെ ഞാൻ അറിയുന്നത് ഡോക്ടർ ജയശ്രീ മൈത്രേയന് മാത്രമാണ്. ഞാൻ അവരുമായിട്ട് നല്ല സുഹൃത്തുമായിരുന്നു. ആ സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. ജയശ്രീയായിട്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു തുടർച്ചയും കൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് ഞങ്ങൾ ഇപ്പൊ കുറെ കാലം. പക്ഷെ ഞാനൊരു ഗവൺമെന്റ് ജോലിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടി വന്നു. ലീഗൽ അത് ഇതല്ല, പെർമനന്റ് ഇതല്ല, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടി വരുന്നു. കാരണം അന്ന് ഇത് അത്ര ഇതല്ലാത്തത് കൊണ്ട് ഇമ്മോറൽ ട്രാഫിക് എന്നുള്ള പ്രശ്നം വരുമോ എന്നുള്ള സംശയം അവിടെ ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് ഗവൺമെന്റ് ജോലി ഉള്ളത് കൊണ്ട് ഞാൻ ഒരാളുടെ കൂടെ അത്രയും കാലം ഇതില്ലാത്ത ഒരാളുടെ കൂടെ പോയി താമസിക്കുമ്പോൾ അതെൻ്റെ ഓഫീസിൽ ചില ഇതുകൾ വന്നതുകൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ കോൺട്രാക്ടിന് പ്രത്യേകിച്ച് വൈഫ് എന്നുള്ള ഒരു വാലിഡിറ്റി ഒന്നുമില്ല. പക്ഷെ ഇമ്മോറൽ ട്രാഫിക് ആക്ട് അനുസരിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു മാരേജ് എന്നുള്ള രീതിയിലല്ല. പിന്നെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ, പക്ഷെ ഞാൻ നേരത്തെ തന്നെ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ച ഒരാളാണ്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച് അത് അംഗീകരിക്കുന്ന ഒരാളെയാണ് എൻ്റെ പാർട്ട്ണറായിട്ട് ഞാൻ ഞാൻ രണ്ടുപേരും സമ്മതിച്ച് ഒരു ജീവിതം തുടങ്ങിയതെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടോ ഇതൊന്നുമില്ല, ജീവിത ശൈലി ഒന്ന് തന്നെയാണ്. അത് നമ്മുടെ സൊസൈറ്റി നമ്മളെ അതിന് തന്നെ പ്രഷർ ചെയ്യുന്നുള്ളതാണ്.
ആ കൂടെ ഇതിൽ എനിക്കുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. ഇനി അത് കോടതിയിലും കുടുംബ കോടതിയിലും ഒന്നും ഞാൻ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. എനിക്ക് എപ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോവാം എന്നുള്ളതാണ് ഇതിൽ കിട്ടിക്കണ ഒരു ഇതല്ല. അല്ലാതെ ജീവിതശൈലിയിലോ ആളുകളുടെ ഇതിലോ ഒന്നും തന്നെ ആദ്യത്തെ കുറച്ച് നാൾ ആളുകൾ ഇതൊരു ചർച്ച വലിയൊരു വിഷയമൊക്കെ ആക്കി, പിന്നെ അത് ആൾക്കാർ മറക്കുകയേ ചെയ്തു. അപ്പോൾ സാധാരണ എല്ലാ ഫാമിലിയും ജീവിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് വേണമെങ്കിൽ ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. നമുക്ക് ലീഗൽ റൈറ്റ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളതിന് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അത് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള സമൂഹമല്ല. നമ്മുടെ സമൂഹം സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാവുന്ന വിധത്തിലുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ഇല്ല എന്നുള്ള. ഒരുപക്ഷെ പല പെൺകുട്ടികളും സ്ത്രീകളും കല്യാണം കഴിക്കാൻ കാരണം തന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. എനിക്ക് അന്ന് ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് ഒരു വീട് വാടകയ്ക്ക് കിട്ടുമായിരുന്നു, ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കുമോ എന്നുള്ള കാര്യം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിവിങ് ടുഗദറിലേക്ക് പോകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അതിൻ്റെ ഒരു പ്രതിസന്ധി 34 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ കുറെ കൂടി സാധ്യതകൾ ഉണ്ടായിരിക്കാം. അപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. 2, ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീക്ക് സൊസൈറ്റി നൽകുന്ന സാധ്യത, സ്ത്രീക്കും പുരുഷനും സൊസൈറ്റി നൽകുന്ന ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സ്ത്രീ പീഡന കേസിൽ അല്ലെങ്കിൽ പോസ്കോ കേസിലൊക്കെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ പരോളിൽ ഇറങ്ങി വന്ന് കല്യാണം കഴിക്കുന്ന അവസ്ഥ വരെ ഉണ്ട്. അപ്പൊ ആൺകുട്ടികൾക്ക് ഒരു പാർട്ട്ണറെ കിട്ടാൻ, പുരുഷന്മാർക്ക് ഒരു പാർട്ട്ണറെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതേസമയം ഒരു എന്താ പറയുക, സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്ക് സഹോദരിയുടെ വിവാഹം പോലും നടന്നിട്ടില്ല. ഇതാണ് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവനവൻ്റെ ജീവിതം തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. തീർച്ചയായിട്ടും അവനവൻ്റെ ജീവിതം വലിയൊരു കാര്യമാണ് പറഞ്ഞത്, നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും റെസ്പോൺസിബിലിറ്റിയും അവർ തന്നെ എടുക്കണം എന്നല്ലേ. അപ്പോൾ എന്താണ് പത്മജ മേനോൻ പറയാനുള്ള ഈ ഒരു ഇതിൽ? നമ്മൾ പട്ടിയും പൂച്ചയും എലിയൊന്നുമല്ല, നമ്മളൊരു സാമൂഹ്യ ജീവികളാണ്. നമുക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, സഹോദരിക്ക് ഭർത്താവുണ്ട്, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് അല്ലേ. അപ്പം നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എല്ലാവരും ഒഴിവാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അമ്മയുടെ മനസ്സിന് വിഷമം തട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ സ്മിത പറഞ്ഞ പോലെ ഞാനൊരു കൗൺസിലറാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നടക്കുന്ന ഒരു ഡിവിഷനെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്, എറണാകുളം സൗത്ത്. അത് നർക്കോട്ടിക്സ് ആവട്ടെ, ഇതാവട്ടെ, പ്രോസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പറയാൻ പറ്റില്ല, വോട്ടവർ അങ്ങനെ ആവട്ടെ, അല്ലെങ്കിൽ ഡ്രഗ് ഡീലിംഗ് ആവട്ടെ. ഇപ്പം ഇന്നലെ തന്നെ ഒരു പെൺകുട്ടി, ഷി വാസ് ക്യാരിയിങ് and she was in a relationship with a man and she delivered in the toilet. ഓക്കെ, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ആ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും, ആൺകുട്ടി ഏറ്റെടുത്ത് എൻ്റെ കുട്ടി തന്നെയാണ്, എന്തുകൊണ്ട് they couldn't live together, why couldn't they speak to their parents? അത് എന്തിനാ അവരങ്ങനെ പോയി? ഒരുമിച്ചൊരു ഗർഭിണിയായ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവൾ ആ ഗർഭിണിയായ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനായ വ്യക്തിയോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഒളിച്ചു വെച്ച് എന്തുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടി? നേരത്തെ ജ്യോതി പറഞ്ഞതുപോലെ സമൂഹം ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയോ ഇംഗ്ലണ്ടോ അല്ല, ഞാൻ രണ്ട് സ്ഥലത്തും പഠിച്ച വ്യക്തി തന്നെയാണ്. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ത്യൻ ഒറിജിനിൽ നിന്ന് വരുന്ന ഒരു സ്പൗസിനെയാണ് ആഗ്രഹിക്കുന്നത് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് എ മാരിഡ് ലൈഫ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മൾ തീരുമാനിച്ചാൽ മതി. തീരുമാനിച്ച് നാളെ അത് താൻ വേണ്ട എന്ന് പറഞ്ഞ് ഒരുത്തിയുടെ കൂടെ പോകുന്ന സാഹചര്യം വിദേശ രാജ്യങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ആദ്യമായിട്ടാണ്, ഇപ്പൊ ജ്യോതി ഞാനൊക്കെ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണെന്ന് പറയാം. ജ്യോതിയുടെ ആ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അന്ന് ആക്സെപ്റ്റഡ് ആയിരുന്നില്ല. ബട്ട് ലൈക്ക് ഷീ സെഡ്, ഷീ ഡിഡ്ന്റ് വാണ്ട് എനി ഒരു സ്പൗസ് മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വേണ്ടാന്ന് വെച്ച്, കുട്ടികൾ വേണമെന്നായിരുന്നെങ്കിൽ ദേ വുഡ് ഹാവ് സഫർഡ്, ദേ വുഡ് നോട്ട് ഹാവ് ഡെഫിനറ്റ്ലി എഗ്രീഡ് ഫോർ സച്ച് എ റിലേഷൻഷിപ്പ്. കാരണം അച്ഛൻ്റെ കോളം ഫില്ല് ചെയ്യണം, അമ്മയുടെ കോളം ഫില്ല് ചെയ്യണം, കുട്ടികളൊരു സ്കൂളിൽ അവരെന്ത് സാഹചര്യമാണ് നേരിടുക എന്നറിയില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ദേ വുഡ് ഹാവ് ഗോൺ ഇൻ ടു എ പെർഫെക്റ്റ് രജിസ്ട്രേഷൻ. ഇപ്പൊ അങ്ങനെ കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാൽക്കാലികളല്ല,
ഒരു നായയെ കാണുമ്പോൾ പുറകെ പോകാനോ ഒരു പൂച്ചയെ കാണുമ്പോൾ പുറകെ പോകാനോ നമ്മൾ അങ്ങനത്തെ ഒരു ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു കലാപം തന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ഡിവിഷനിൽ കാണുന്നുണ്ട്. ഇത് കേരളം തന്നെയാണോ എന്ന് നമുക്ക് പേടി തോന്നുമല്ലേ. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ പരസ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. പാർക്കുകൾ വേണ്ട എന്നൊരു നിലപാടിലേക്ക് എന്നെ അത് എത്തിച്ചിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? അണ്ടർ ഗാർമെന്റ്സ് ഇട്ട് വൈകുന്നേരങ്ങളിൽ ഉലാത്തുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറയാ, എന്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടിയെന്ന്. ഞാൻ വിളിച്ചു, തള്ളയായതുകൊണ്ടാണ് മോളേന്ന്. അപ്പൊ എന്താ, ഞാൻ ഉണക്കാൻ വേണ്ടി ഷീസ് ഇൻ സം അതർ വേൾഡ്, ഷീസ് ഓൺ എ മൊബൈൽ, ഷീസ് ടേക്കൺ സം എന്താ പറയുക ഡ്രഗ്സ് ഒന്നും എടുത്ത്, അല്ലെങ്കിൽ കുട്ടിക്ക് നടക്കില്ലല്ലോ. നമ്മൾ മോള് റൂമിൽ പോയിരിക്കുക, ഞാൻ ഫാൻ ഇടും, ഞാനും കൂടെ ഒന്ന് വീശി ഉണക്കി തരാം. അപ്പൊ എന്താണ് ലൈംഗിക അരാജകത്വത്തിലേക്കാണ് പോകുന്നത്. ലിവ് ഇൻ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്നലെ തന്നെ നടന്ന കേസുകൾ എത്രയോ ഇത് നമ്മൾ അറിഞ്ഞു. ആ കുട്ടി ടോയ്ലറ്റിൽ പ്രസവിച്ചതുകൊണ്ട് വേറെ എത്രയോ നടക്കുന്നുണ്ടാകും. ഒരു കുട്ടിയെ റോഡിലേക്ക് വലിച്ചെറിയാണ് ഒരു യുവതി. ആ കുട്ടി റേപ്ഡ് ആണെന്ന് പറയുന്നു. വൈ ഡിഡ്ന്റ് ഷീ കം ഔട്ട്? ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് എ റേപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആ പുരുഷൻ പുറകോട്ട് മാറിയിട്ടുണ്ടാവും. എന്തായാലും സ്ത്രീകളാണ്. ഞാൻ ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുമ്പോൾ ഗർഭസത്യാഗ്രഹങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. You have to be careful in any relationship. If you are living together, if the spouse is not with you, then you have to be really careful. ഇപ്പൊ അയാൾക്കൊരു തമാശയായിരിക്കാം, എന്താണെങ്കിലും ഗർഭം ധരിക്കേണ്ടത് സ്ത്രീയാണ്, നമുക്കത് ഒളിപ്പിച്ചു വെക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മനുഷ്യരാണ്. മാനസികമായ പരിഗണന നമ്മളുടെ പേരൻസിനും നമുക്കും കൊടുക്കണം, നമ്മളുടെ ശരീരത്തിന് കൊടുക്കണം. ഗർഭിണിയാകുക, അബോർട്ട് ചെയ്യുക. താങ്കളൊരു സൈക്കോളജിസ്റ്റ് ആണല്ലോ. ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ, അങ്ങനെ ജ്യോതി ഈസ് വെരി ലക്കി ടു ഗെറ്റ് എ സ്പൗസ് ലൈക്ക് ദാറ്റ് or a live-in companion like that, but not every girl will be lucky like her. സോ എൻ്റെ അഭിപ്രായം, ഒരു അമ്മ, ഒരു മുതിർന്ന സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ലിവ് ഇൻ റിലേഷൻഷിപ്സിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇറ്റ്സ് ദെയർ ലൈഫ് ആഫ്റ്റർ ഓൾ. ബട്ട് എൻ്റെ മകനോ മകളോ അതിലേക്ക് കടക്കുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. വ്യക്തമായ കാഴ്ചപ്പാടാണ് പത്മജ മേനോൻ പറഞ്ഞിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പത്മജ മാൻ പറഞ്ഞ പോലെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിനെ നമ്മൾ സൊസൈറ്റി ഭയങ്കര എന്തോ പവിത്രമായിട്ട് കാണുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ പവിത്രമായിട്ട് കാണുന്ന ഒരു സാധനമാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഡിവോഴ്സുകൾ ഉണ്ടാവുന്നത്? 1 മാസത്തിനുള്ളിൽ, അല്ലെ ഒരു 6 മാസത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ, എന്തിനു പറയുന്നു, കല്യാണം കഴിച്ച് പിറ്റേ ദിവസം വരെ ഡിവോഴ്സ് ഉണ്ടാവുകയാണ്. അപ്പൊ അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കാനാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി വ്യക്തികളെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഈ മാരിറ്റൽ സ്റ്റാറ്റസിലാണെങ്കിലും ലിവിങ് റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ 2 വ്യക്തികൾ ഒരു ജീവിതത്തിനെ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നനുസരിച്ച് മാത്രമേ ആ ജീവിതം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. അപ്പം ഈ മാരേജിലുള്ളവർക്ക് എന്ത് സെക്യൂരിറ്റിയാണ് ശരിക്കും ഉള്ളത്? അവിടെ സ്ത്രീ അനുഭവിക്കുന്നതും അതേപോലെ തന്നെ പുരുഷൻ അനുഭവിക്കുന്നതും. സ്ത്രീകൾ മാത്രമല്ല, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും കൂടുതൽ വിക്റ്റിമായിട്ടുള്ളതെന്ന് എനിക്കൊന്ന് സ്ത്രീകളാണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ എവിടെയാണ് മാരേജ് ലൈഫിന് ഒരു സെക്യൂരിറ്റി ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റുക? അത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 2 വർഷത്തോളമായിട്ട് മാത്രമേ ഉള്ളൂ ഒരു ലിവിങ് റിലേഷൻഷിപ്പിലായിട്ട്. അതിനു മുന്നേ 14 വർഷം ഒരു മാരേജ് റിലേഷൻഷിപ്പ്, ഇതുപോലെ ഈ പറഞ്ഞ പോലെ ലീഗലൈസ്ഡ് ആയിട്ട് ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ പോയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും അതിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ എന്താണെന്നും എനിക്ക് കൃത്യമായി അറിയാം. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി ഇപ്പൊ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എടുക്കുന്ന ഡിസിഷൻസ്, ഞങ്ങളുടെ ഇടയിലെ കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതും ഞാൻ അതിൽ എത്രത്തോളം ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പറയാറുണ്ട്, നീ പഴയതിനേലും കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാറുണ്ട് എൻ്റെ ഓരോ ഫോട്ടോസ് കാണും. ബിക്കോസ് ഞാൻ മനസ്സുകൊണ്ട് ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എടുക്കുന്ന ഡിസിഷൻസ്, ഞങ്ങളുടെ ഇടയിലെ കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതും ഞാൻ അതിൽ എത്രത്തോളം ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പറയാറുണ്ട്, നീ പഴയതിനേലും കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാറുണ്ട് എൻ്റെ ഓരോ ഫോട്ടോസ് കാണും. ബിക്കോസ് ഞാൻ മനസ്സുകൊണ്ട് ഹാപ്പിയാണ്. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ അത്രയും ഹാപ്പിയാണ്. എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന. മറ്റേത് നമ്മുടെ സൊസൈറ്റി നോംസ് ഉണ്ട് കുറേ, നീ അത് ചെയ്യരുത്, നീ ഒരു സ്ത്രീയാണ്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. നമ്മുടെ കുട്ടികളെ പോലും മോൾഡ് ചെയ്ത് വളർത്തുന്ന എങ്ങനെയാണ്? നീ സ്ത്രീ ആണെങ്കിൽ അല്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താണ്. നമുക്കറിയാം ഇപ്പൊ ഈ ഫെമിനിസം പോലുള്ള കാര്യങ്ങൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാനുള്ള മെയിൻ കാരണം എന്താണ്?
നമുക്ക് തുല്യത വേണ്ട എന്താ? ഇപ്പൊ ഒരു പുരുഷൻ തെങ്ങ് കയറുന്നു, ഒപ്പം സ്ത്രീയും തെങ്ങ് കയറുന്നതിലല്ല തുല്യത എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒരേപോലെ കാര്യങ്ങൾ അവർ രണ്ടുപേരും ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരാൾ ചെയ്യുന്നതിൽ, പുരുഷൻ ചെയ്യുന്നതിൽ മാത്രം എന്തൊക്കെയോ വലിയ മഹത്വം കാണുകയും സ്ത്രീ ചെയ്യുന്നതിനെ അത് നിസ്സാരമായ ഒരു കാര്യമായി നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നതുകൊണ്ടിട്ടാണ് നമ്മൾ ഫെമിനിസം പോലെയുള്ള മൂവ്മെന്റുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും മുമ്പ് ജ്യോതി ചേച്ചി പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരാളുടെ സ്വത്തിൽ, ഇപ്പൊ എനിക്ക് എൻ്റെ പാർട്ട്ണറിന്റെ സ്വത്ത് ആവശ്യമില്ല, എൻ്റെ പാർട്ട്ണറിന്റെ മറ്റ് ബെനിഫിറ്റ്സ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ പാർട്ട്ണറിന്റെ അടുത്തു നിന്നുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു രീതിയിലും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടത് കമ്പാനിയൻഷിപ്പാണ് വേണ്ടത്, കമ്പാനിയൻഷിപ്പ് ഓൺലി. എനിക്ക് അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ എത്രത്തോളം ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു, ഞങ്ങളുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യത്തിലും, ഈവൻ കുക്കിങ്ങിലാണെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കുക്ക് ചെയ്യുന്നു, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു ബുക്കിനെ പറ്റിയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പല ലേറ്റ് നൈറ്റ് ആയിട്ടിരുന്ന് ബുക്കുകളെ പറ്റി സംസാരിക്കുന്നു, സിനിമകളെ പറ്റി സംസാരിക്കുന്നു, സിനിമകൾ കാണാൻ പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പാനിയൻഷിപ്പ് മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലാതെ മറ്റൊരു ബെനിഫിറ്റ്സും നമ്മൾ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ചില കമ്മ്യൂണിറ്റിയിലൊക്കെ പെൺകുട്ടി ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്തായിരിക്കും കൂടെ നിൽക്കുന്ന ആളെ കാണുന്നത്, കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ പോലും ചിലപ്പോൾ കാണുന്ന ഒരു അവസ്ഥ വരുന്നത്. എങ്ങനെ അറിയാൻ പറ്റും ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ പറ്റും? ചിലപ്പോൾ കല്യാണം കഴിച്ച് 1 മാസം കഴിയുമ്പോഴായിരിക്കും ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫ് ലോങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയുടെ കൂട്ടത്തിലാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് ആ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ പെൺകുട്ടിക്ക്? പേരൻസിനെ നോക്കണം, അവരുടെ പ്രസ്റ്റീജ് നോക്കണം, സമൂഹം എന്ത് പറയുമെന്ന് നോക്കണം. ഇതിന്റെ എല്ലാത്തിന്റെയും ചുറ്റുപാടിൽ നിന്ന് ആ പെൺകുട്ടി സഫർ ചെയ്ത് ജീവിച്ചു പോകും. അവൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറ്റാർക്കോ വേണ്ടി ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച് തീർന്നു പോകും ആ കുട്ടിയുടെ ജീവിതം. അതിലെവിടെയാണ് ഒരു സ്ത്രീക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്? ഒരിക്കലും ആ ഒരു ജീവിതത്തിൽ നിന്ന് അവൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. അവൾ അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാൾ പറയും നീ നിന്റെ പേരൻസിനെ ഓർത്ത് ജീവിക്കണം എന്ന്, കുറച്ച് മക്കളായി കഴിയുമ്പോൾ പറയും നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കണം എന്ന് പറയും. അവൾക്ക് വേണ്ടി അവൾ എപ്പോഴാണ് ജീവിക്കുന്നത്? അവൾക്ക് വേണ്ടി ജീവിക്കാൻ അവൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഹാപ്പിനെസ് ആണ് നോക്കുന്നത്. നമ്മളെപ്പോഴും ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വരുന്ന കുട്ടികളൊക്കെ തന്നെയാണെങ്കിലും അവർക്കൊന്നും മാരേജ് വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ പോവാൻ തന്നെ കാരണം ഈ പറയുന്ന സൊസൈറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ ചട്ടക്കൂടുകളാണ്. മാരേജ് ലൈഫിൽ അങ്ങനെ പറ്റത്തുള്ളൂ, ഇങ്ങനെ പറ്റത്തുള്ളൂ എന്നുള്ള കുറേ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലേക്കല്ല നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്നത്. അവരൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു കുട്ടികളും പറയാൻ തോന്നുന്നില്ല എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറയാൻ തോന്നുന്നില്ല. ആ ഒരു നിലപാടിലേക്ക് തന്നെ കുട്ടികളൊക്കെ മാറിപ്പോകുന്നൊരു സ്ഥിതി തന്നെയാണ് വരുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ ഈ പനമ്പള്ളി നഗറിലെ ആ ഒരു ഇഷ്യൂ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഈ മറ്റേ ആ ഒരു ഈ ടോയ്ലറ്റിൽ ഒരു കുട്ടി ഡെലിവറി നടന്നു. എന്തുകൊണ്ട് ഇവർക്കൊന്നും ഇവരുടെ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പേരൻസുമായിട്ട് ഇപ്പോൾ ഒരു റിലേഷൻ ഉണ്ടായാൽ പോലും തന്നെ എന്തുകൊണ്ട് അവരുടെ പേരൻസിനോട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എനിക്കൊരു റിലേഷനുണ്ട്, അല്ല ഞാനുമായിട്ട് എനിക്കൊരാളെ ഇഷ്ടമുണ്ട്, ഒരാളോട് പ്രണയമുണ്ടെന്ന് എന്തുകൊണ്ട് പേരൻസിന് അവർക്ക് പേടിയാണ്? പറഞ്ഞ മനസ്സിലായി. അവിടെ പേരൻസുമായിട്ട് പോലും കുട്ടികൾക്കൊരു കൃത്യമായിട്ടൊരു ബന്ധം സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേരൻസിന് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അവരോട് ചോദിക്കാറ്, നിങ്ങളുടെ കുട്ടികളോട് ഡെയിലി 10 മിനിറ്റ് സംസാരിക്കുന്ന പേരൻസ് ഒന്ന് കൈപൊക്കാൻ പറഞ്ഞിട്ട് 10-200 പേര് ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ 4-5 പേരൻസ് ആണ് കൈപൊക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ പോലും ഫാമിലിയിൽ സെക്യൂരിറ്റി ഇല്ല. അങ്ങനെ സെക്യൂരിറ്റി ഇല്ലാതെ വളർന്നു വരുന്ന കുട്ടികളാണ് അവർക്കൊന്നും പേരൻസിനോട് തുറന്നു പറയാൻ പറ്റാത്തത്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് പിന്നെ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മകൻ്റെ കാര്യങ്ങൾ. മകൻ നാളെ വളർന്നു വരുമ്പോൾ നിന്നെപ്പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നൊരു പോയിന്റ് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മകൻ എന്ത് ചിന്തിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, അത് അവൻ്റെ ചിന്ത മാത്രമാണ്. അവനെ നമ്മൾ വളർത്തുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ അവന് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ബാക്കി പിന്നെ അവൻ്റെ ലൈഫ് അവൻ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മുടെ കുട്ടികൾ മാറി ചിന്തിക്കണം എന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് മാറി ചിന്തിക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പാരൻസുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുട്ടികൾക്ക് വേണം. പക്ഷേ കമ്മ്യൂണിക്കേഷനായിട്ട് ആ ഒരു രീതിയിൽ വളർന്ന പത്മജമേനോൻ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെയുള്ള നേരത്തെ നിങ്ങൾ 2 കൂട്ടരും പറഞ്ഞതിൽ കമ്പാനിയൻഷിപ്പിനനുസരിച്ചിട്ടാണ് ഒരു കുടുംബം പോകുന്നത്. അതിനോട് ഞാൻ കുറച്ചും കൂടി എനിക്ക് തോന്നി അതൊരു യോജിക്കുന്നൊരു കാര്യം. അപ്പോൾ ഈ ഏതൊരു ബന്ധത്തിൽ ഈവൻ മാരേജ് ലൈഫിലാണെങ്കിലും ആ കമ്പാനിയൻഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി സപ്പോർട്ട് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഒപ്പം ആരതിയുടെ കാഴ്ചപ്പാടുകളും പറഞ്ഞു. നമ്മുടെ അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പം
എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ നോർമൽസിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ അറിയാത്ത ഒരാളെ നമുക്ക് വീട്ടുകാർ കൊണ്ട് തരികയാണ്. നമ്മൾ സംസാരിക്കുന്നതില്ല, നമുക്ക് ആളിനെ അറിയത്തില്ല, ഒന്നുമില്ല. എൻ്റെ 17 years കഴിഞ്ഞ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം. 90s. അന്ന് എന്നെക്കാട്ടി 15 വയസ്സിന് മൂത്ത ആളായിരുന്നത്. ആ പുള്ളി അതും ആ വയസ്സ് പോലും കള്ളവ പറഞ്ഞ്, പുള്ളിയുടെ ജോബ് കള്ളവ പറഞ്ഞ്, എല്ലാം കള്ളം. എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒരിക്കലും അവർക്ക് ഞാൻ പറയുന്നത് അവർ കേൾക്കത്തില്ല. കാരണം അന്നത്തെ സമൂഹത്തിലെല്ലാം നമ്മുടെ തലയിൽ കെട്ടിവെക്കുക ചെയ്യുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം പോലും ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി മേടിക്കണം, എനിക്ക് എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കണം. അത് അവർക്ക് ഒരിക്കലും അവരൊന്നും അത് കേൾക്കാൻ പോലും, കാരണം അന്നത്തെ തലമുറ അവരുടെ തീരുമാനങ്ങൾ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ 6 ദിവസം കഴിഞ്ഞ് ഈ അറിയാത്ത ഒരാളുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീടുമായിട്ട് നമ്മൾ ജനിച്ചു വരുന്ന സാഹചര്യമായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്ത ആൾക്കാർ. കാരണം അവരുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവിടെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? എന്നിട്ടും 15 വർഷം സമൂഹം, കാരണം തിരിച്ച് വരുമ്പം നമ്മുടെ വീട്ടുകാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം കല്യാണം കഴിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ നോംസ്, നമുക്ക് ലീഗൽ വാലിഡിറ്റി, എല്ലാ സാധനവും ഈ അറേഞ്ച് മാരേജിനുണ്ട്, ഒരു വാലിഡിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ വിസ്മയ എന്തിനു മരിച്ച്? ആ കൊച്ചു എത്ര തവണ പറഞ്ഞു എനിക്കിവിടെ പറ്റുന്നില്ല അച്ഛാ, എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ സമൂഹം എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും? ഈ പറയുന്നവര് കാരണം ആ കൊച്ചിന്റെ ജീവിതം നശിച്ച്, അതിന് തിരിച്ചു കിട്ടുമോ? അത് ഈ സമൂഹം തിരിച്ചു കൊണ്ട് കൊടുക്കുമോ? ഒരിക്കലും ഉണ്ടാകുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക. നമ്മൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക. അവിടെ നമ്മുടെ സമൂഹവും വീട്ടുകാരും നാട്ടുകാരും ഒന്നും നമ്മളെ സഹായിക്കത്തില്ല. നമ്മൾ കരയുവാണെങ്കിൽ നമ്മുടെ കണ്ണുനീര് ആരാ തുടയ്ക്കുക? നമ്മൾ മാത്രമേ തുടയ്ക്കത്തുള്ളൂ. ഒരാളും വന്നിട്ട് പറയത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആഹാരം ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ വന്നിട്ട് പറയുമോ ഞാൻ നിനക്ക് ആഹാരം ഉണ്ടാക്കി തരാം, അല്ലെ നീ ആഹാരം കഴിക്കുന്നുണ്ടോ, എനിക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ട്, എത്ര പേര് ചോദിക്കാൻ വരുന്നുണ്ട്? ഒരിക്കലും ആരും വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റില് എൻ്റെ വീട്ടുകാരുണ്ടാക്കി തന്നെ ഞാൻ ചെന്ന് കണ്ടപ്പോഴാണ്, അയാളുടെ ഷെൽഫ് ഞാൻ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴാണ് ആ പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് കാണുന്നത്. അന്നാണ് ഞാൻ എന്നെക്കാട്ടി 15 വയസ്സ് മൂത്തതാണ്. ഈവൻ ആ കല്യാണത്തിന്റെ എഗ്രിമെന്റിൽ പോലും പുള്ളി എനിക്ക് 17 വയസ്സുള്ളിടത്ത് 19 വയസ്സും പുള്ളിക്കാരൻ 28 വയസ്സുമാണ് അതിൽ പോലും വെച്ചേക്കുന്നത്. ഇത് ഡിവോഴ്സിന്റെ സമയത്താണ് ശാഖയെന്ന് നമ്മളുടെ പേപ്പറുകൾ എടുത്ത് നോക്കുമ്പോ ഇങ്ങനെയാണ് അതിൽ വെച്ചേക്കുന്നതെന്ന് പോലും ചെറുതായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇനി ഈ 17 വയസ്സ് കഴിഞ്ഞ് എനിക്ക് സത്യസന്ധമായിട്ട് എനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജനിച്ച്, ഞാൻ അവരെ എങ്ങനെ വളർത്തി. കാരണം ഈ 17-18 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മളൊരു കുഞ്ഞിനെ വളർത്തുക, എന്തൊക്കെ രീതിയിൽ അവരെ കെയർ ചെയ്യണമെന്നുള്ളത്. 15 വർഷം ഞാൻ സഹിച്ചു മധ്യപ്രദേശിൽ. എനിക്ക് തിരിച്ചു വരാൻ ഒരു വീടില്ല, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ബന്ധുക്കളില്ല, എല്ലാവരും ഹൈഫൈ ലെവലാ. പക്ഷെ അവരൊന്നും നമ്മുടെ കാര്യത്തിൽ ഇടപെടത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാർക്ക് എങ്ങനെയാണ് എല്ലാവരുമായിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ചിലപ്പം ആ പെൺകുട്ടിക്ക് എന്തായാലും ചിലപ്പോൾ ഒരു ജീവിതം ഉണ്ടായെന്ന് വരാം. ഞാൻ ഈവൻ അവിടെ പോയി എൻ്റെ മോന് 2 വയസ്സായപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ MA B.Ed വരെ എടുത്ത്. എന്നിട്ട് ഞാൻ അവിടെ ഞാൻ പഠിച്ച കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് കൊണ്ട് അവിടെ ഞാൻ ഗസ്റ്റ് ലെക്ചറായി. കൂട്ടത്തിൽ തന്നെ ഞാൻ തൊട്ടടുത്തുള്ള കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിച്ച് ഞാൻ തുണി തയ്ക്കുമായിരുന്നു, ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ വീട്ടുകാരെനിക്ക് കണ്ടുപിടിച്ച അയാളുടെ ചെലവിന് കൊടുക്കാൻ ഞാൻ ചെയ്ത ജോലികളാണ് ഇതൊക്കെ. കാരണം എനിക്ക് വരുന്ന എൻ്റെ 2 മക്കൾ ഞാൻ അറിയാതെ എൻ്റെ കുഞ്ഞുകാലത്ത് ജനിച്ച 2 മക്കൾക്ക് എൻ്റെ ഗതി വരെയിട്ട് അവിടെയും സമൂഹം ആരെയാണ്, പെണ്ണുങ്ങളെയാണ് പറയുന്നത്. ഇവരുടെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ഒരിക്കലും പറയത്തില്ല ഇവരെന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ മക്കളെ വളർത്താൻ ഇവരെന്തും വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അല്ലെ ഇവരെങ്ങനെ വളർത്തുന്നു. അവിടെ നമ്മളെ ഇല്ലാത്ത കുറ്റങ്ങൾ പറയുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അവിടെ ഞാൻ എപ്പോഴും പറയുന്നത് ലിവിങ് അല്ല, നമ്മുടെ വീട്ടുകാർ ചേർന്ന് നടത്തുന്ന മാരേജ് ആണെങ്കിലും എപ്പോ വരെ നീ നിന്റെ ചിന്തകൾ വലുതാക്കുന്നില്ല, നിനക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നീ സ്വന്തമായിട്ട് ഒരുക്കുന്നില്ല, ഒരാളും നമ്മളെ സംരക്ഷിക്കാൻ വരത്തില്ല. രണ്ടാമത്തേത് എനിക്ക് ലിവിങ് ടുഗദറായിട്ട് ജീവിക്കേണ്ടി വന്നത് ഈ പറഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്ന് വന്ന ഒരിക്കലും എനിക്ക് ഡിവോഴ്സ് തരത്തില്ല എന്ന് പറഞ്ഞ്. അപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്ന ആള് ഡിവോഴ്സ് ആണ്. അപ്പൊ എനിക്ക് എൻ്റെ മോൾ അന്ന് 10ാം ക്ലാസ് എനിക്ക് സമൂഹത്തിലാ ഇവരെല്ലാം പറഞ്ഞതുപോലെ നമുക്ക് ഒരു എണയുടെ അല്ലെങ്കിൽ ഒരു തുണയുടെ ആവശ്യം, എന്നെ
പോലെ വളർന്ന ഒരു മോൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ലിവിങ് ടുഗദർ ആയിട്ട് ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ മാര്യേജ് എഗ്രിമെന്റ് ഉണ്ടാക്കി. പക്ഷെ അത് അങ്ങനെ ഉണ്ടാക്കാൻ അന്നേരം പറ്റത്തൊന്നുമില്ല. ഒരാൾ ഡിവോഴ്സ് ചെയ്യാതെയും പറ്റത്തില്ല. പക്ഷെ അവിടെ ആൾക്കാർ പോലീസുകാർ വന്നിട്ട് നാളെ നമ്മളെ പൊക്കിയെടുത്തോണ്ട് പോവാണെങ്കിൽ ഈ എഗ്രിമെന്റ് നമുക്ക് കാണിക്കാവല്ലോ. അതിന് യാതൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല. പക്ഷെ എന്ത് ലീഗൽ വാലിഡിറ്റി ആണ് നമ്മുടെ ഈ മാര്യേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ? എന്ത് വാലിഡിറ്റിയാ ഉള്ളത്? അവിടെ നടക്കുന്ന ഈ ഇല്ലീഗൽ റിലേഷൻഷിപ്പിന് ആരാണ് സമാധാനം പറയുക? ഒരാളുമില്ല. ഞാൻ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചപ്പോഴും എനിക്ക് സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. അവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് എന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. മറ്റേടത്ത് ആ പുള്ളി എന്നെക്കാട്ടി 15 വയസ്സ് മൂത്തതായതുകൊണ്ട് ഞാൻ മഴയത്തിറങ്ങുവാണെങ്കിൽ എന്തിന് മഴയത്തിറങ്ങി, എന്തിന് ചിരിക്കുമ്പോ പറയും എനിക്ക് വട്ടാണെന്ന്. എനിക്ക് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ കോമഡി ഞാൻ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ഒരാളാണ്. എന്തെങ്കിലും കാണുമ്പോൾ എനിക്കത് ചെറിയ ചെറിയ സീനുകളൊക്കെ പെട്ടെന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർക്കും. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചിരിക്കും. അപ്പൊ ഞാൻ ചിരിക്കുന്നത് പോലും ആ പുള്ളിക്കാരന് വട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെയുള്ള ഒരാളുടെ ഹറാസ്മെന്റില എന്റെ പൈസ കൊണ്ട് മാത്രം എനിക്ക് വീട്ടുകാർ തന്ന ഇന്നും ആ പൈസ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. അത് എന്റെ മോളെ ഞാൻ സ്വന്തമായിട്ട് കല്യാണം കഴിച്ച് വിട്ടിട്ട് പോലും ആ പുള്ളിക്കാരൻ 1 ഗ്രാമിന്റെ സ്വർണം പോലും ആ കൊച്ചിന് പോലും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരാളെ കണ്ടുപിടിച്ച് തന്ന ആ മാര്യേജിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ മാരേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാ, ഫ്ലോപ്പ് എന്ന് മാത്രമല്ല, യൂസ്ലെസ് ആണ്. അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എടുത്ത് കളയണ പോലെയാണ്. കാരണം വേസ്റ്റ് കളയുമ്പോൾ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റിന്റെ കൂടെ കുറച്ച് കാശും കൂടി കൊടുക്കും അതിനെ അങ്ങോട്ട് കളയാൻ. അതുപോലെയാണ് പെൺകുട്ടികളെ പലപ്പോഴും കല്യാണം കഴിച്ചയക്കണേന്ന് എനിക്ക് നോട്ട് എനിമോർ. അല്ല, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ മാരേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാ, ഫ്ലോപ്പ് എന്ന് മാത്രമല്ല, യൂസ്ലെസ് ആണ്. അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എടുത്ത് കളയണ പോലെയാണ്. കാരണം വേസ്റ്റ് കളയുമ്പോൾ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റിന്റെ കൂടെ കുറച്ച് കാശും കൂടി കൊടുക്കും അതിനെ അങ്ങോട്ട് കളയാൻ. അതുപോലെയാണ് പെൺകുട്ടികളെ പലപ്പോഴും കല്യാണം കഴിച്ചയക്കണേന്ന് എനിക്ക് നോട്ട് എനിമോർ. ഇപ്പൊ പെൺകുട്ടികള് ഇപ്പൊ പെൺകുട്ടികൾ വളരെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ദേ ഏൺ മോർ ദാൻ ദ മാൻ. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ഡിവോഴ്സ് കേസ് പറയാം. കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് മനസ്സിലായി അങ്ങേരും എന്തോ ഗ്രൂപ്പ് ലീഡറോ ഈ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടീം ലീഡർ. ഈ പെൺകുട്ടി അതിന് താഴെയുള്ള ഒരു പൊസിഷൻ ആയിരുന്നു. പക്ഷെ സാലറി നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്കാണ് കൂടുതൽ salary. So next day she took her Honda City car and went home and said, I just cannot live with this man. Maybe he's team leader but he's earning lower than me. So എന്റെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. That's it, final. അത് ഇൻഡിവിജ്വലി തീരുമാനം എടുക്കാൻ പറ്റുന്ന ചിലർക്ക് പറ്റുമായിരിക്കും. അത് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ നോർമലി ഇപ്പോഴത്തെ മാരേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അട്ടർ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടമാണ് നടക്കുന്നത്. ശരിക്കും അടിമ കച്ചവടം എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. സ്ത്രീകളുടെ ഈ കഴിവുകളെ പലപ്പോഴും ഇല്ലാതാക്കുന്നത് ഈ ഇപ്പോഴത്തെ ഒരു മാരേജ് കുടുംബം സിസ്റ്റം എന്ന് പറയുന്ന സാധനം തന്നെയാണ്. അതിന് ഡവറി ഇല്ല. പഴയ പോലെ ഡവറി സിസ്റ്റം എല്ലാ കുട്ടികൾക്കും ജോലിയുണ്ട്, എഡ്യൂക്കേഷൻ. You said with your first husband compatible ആയിരുന്നില്ല, so you found the other person with you are compatible. Then ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മേ ബി ഐ എം ലക്കി. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. എന്റെ മദറിനോ ആദ്യം പറഞ്ഞത് ഐ ഡോണ്ട് നോ വാട്ട് യുവർ ഇൻകം ഈസ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഡവറി ഇല്ല. എന്റെ മോന്റെ അത്രയൊക്കെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അവന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, യു ക്യാൻ അഫോർഡ് എ സെർവൻറ്റ്. അത് ഞാൻ ഇന്നും പിന്തുടരുന്നു. ഇപ്പോഴും ഒരു ചായ പോലും ഉണ്ടാക്കി കൊടുക്കില്ല. ലൈക്ക് യു സെഡ്, ലൈക്ക് വിത്ത് യുവർ ന്യൂ റിലേഷൻഷിപ്പ് നല്ല കമ്പാറ്റബിൾ ആണ്. എവറിത്തിങ് സെയിം വേവ് ലെങ്ത് എല്ലാ ഫ്രണ്ട്സും പറയും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന് വരില്ല. ആ മാരീഡ് ലൈഫിലും ഉണ്ടാകാം, നിങ്ങളുടെ ലിവ് ഇൻ റിലേഷൻഷിപ്പിലുണ്ടാകും. യു ഫൗണ്ട് എ പേഴ്സൺ വിത്ത് ഹും യു ആർ കമ്പാറ്റബിൾ നൗ. ഐ കാൻറ്റ് യു മേക്ക് ഇറ്റ് ലീഗൽ. അത് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചീത്ത ഇത് വരികയാണെങ്കിൽ എന്നാൽ ഇയാളെ വിട്ട് വേറൊരാൾക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് അബൌട്ട് യുവർ പേരൻസ് ഓർ ഹിസ് പേരൻസ്? നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയിട്ട്
ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വേറൊരു ഇതിന് പോകുമ്പോഴോ എങ്ങനെയാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൈ ലിവിങ് കമ്പാനിയൻ, മൈ ഫ്രണ്ട് വിത്ത് whom I am living, then what is the attitude of the other people? Not your parents. Your parents would have told, his parents also you would have told, but what about the rest of the family? How do they take it? I would like to know that. ഇപ്പൊ മാം ചോദിച്ച ക്വസ്റ്റ്യന് ഫസ്റ്റ് എന്നോട് ചോദിച്ചത് ഇത് എന്തുകൊണ്ട് ലീഗൽ ആക്കി കൂടാന്നുള്ളതാണ്. Because you found your man. Okay. You found a man with whom you are compatible. യെസ്, ഡെഫിനറ്റ്ലി. ഞാൻ ഈ സാധനം ലീഗലി നിന്നും അനുഭവിച്ച് 14 വർഷം ലീഗലി ഒരു മാരേജ് ലൈഫിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ ലീഗലി കിട്ടുന്നതിൽ ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല ഇവിടെയും. രണ്ട് റിലേഷൻഷിപ്പിലും എനിക്ക് കിട്ടുന്നത് ഒരേപോലെയുള്ള ബെനിഫിറ്റ്സ് തന്നെ കിട്ടുന്നുള്ളൂ. അല്ലാതെ അവിടെ ലീഗൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്തെങ്കിലും അധികം കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും പ്രിവിലേജസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗലൈസ് ചെയ്ത മാരേജ് റിലേഷൻഷിപ്പിൽ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഉള്ളത്, കൂടുതലായിട്ടുള്ളത് എന്താണ്? ലീഗൽ റിലേഷൻഷിപ്പിലാവുമ്പോ ഇപ്പൊ ഡിവോഴ്സ് എന്നുള്ളതിലാണല്ലോ ഫസ്റ്റ് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലാണല്ലോ ഇപ്പൊ ഇതിലേക്ക് വരാൻ പറ്റും. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോൻ അതിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും തരുന്നുണ്ടല്ലോ അല്ലെ അതിൽ ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന്. എന്റെ ഫസ്റ്റ് റിലേഷൻ ഞങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സാണ് ചെയ്തത്. മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. മകന്റെ എന്ത് ആവശ്യങ്ങൾ വന്നാലും, സ്കൂളിംഗ് ആയിക്കോട്ടെ, അവന്റെ പേഴ്സണൽ ആവശ്യങ്ങളായിക്കോട്ടെ, എന്ത് ആവശ്യങ്ങളായിക്കോട്ടെ. ഈ റിലേഷൻഷിപ്പിന് മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളായതിനു ശേഷമാണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ സുഹൃത്തുക്കളായിരുന്നോ ആ രീതിയിൽ തന്നെ നമ്മുടെ മകന്റെ എല്ലാ കാര്യങ്ങൾക്കും അവന്റെ ഏത് ലൈഫ് വരെയും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ ഡിമാൻഡ് മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഗോൾഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൗറി സിസ്റ്റം ഇല്ലെന്ന് മാഡം പറയുന്നു. ഡൗറി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. എങ്ങനെ നമ്മളിപ്പം നടക്കുന്ന ഓരോ കല്യാണങ്ങളും കണ്ടിട്ടില്ലേ, പൊന്നിൽ കുളിപ്പിച്ച് വെച്ചിട്ടും പെണ്ണിന് എത്ര തരും എന്നാണ് ചോദിക്കുന്നത്. പെണ്ണിന് എന്ത് കൊടുക്കും എന്നാണ് ചോദിക്കുന്നത്. ചെറുക്കൻ എന്ത് തരും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ പെണ്ണിന് എന്ത് കൊടുക്കും എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. കാര്യം പെണ്ണിന് കൊടുക്കുന്ന സാധനം അവർക്ക് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ ആ ഡൗറി സിസ്റ്റം എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ പോയിട്ടുള്ളത്. പക്ഷെ അതിൽ കൂടെ തന്നെ അതുപോലെ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ എനിക്ക് മാരേജിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ലീഗലൈസ് ചെയ്തുകൊണ്ട് ലീഗൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ. പിന്നെ ഈ ഫ്രീഡത്തിന് വേണ്ടിയാണോ? ഫ്രീഡം എന്ന് പറയുന്നത് കാരണം ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോ എങ്ങനെയാണ് എന്റെ കൂട്ടത്തിലുള്ള ആളെ പരിചയപ്പെടുത്തുന്നത് മാഡം ചോദിച്ചത്. അവിടെ പാർട്ട്ണർ എന്നാണ് പരിചയപ്പെടുന്നത്. ചിലര് ഇങ്ങനെ ഡൗട്ട് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇൻ ഓൾ മീൻസ് എന്ന് ഞാൻ പറയും. എന്റെ ലൈഫ് പാർട്ട്ണറാണ്, എന്റെ ബിസിനസ് പാർട്ട്ണറാണ്, എല്ലാ രീതിയിലും അദ്ദേഹം എന്റെ പാർട്ട്ണറാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യം, ഫാമിലിയിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ട് അല്ലെങ്കിൽ സഹോദരന്മാരുമായിട്ട് അവരുടെ കുട്ടികളുമായിട്ട് വൈഫുമാരുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള കോണ്ടാക്റ്റാണ് നമ്മളുള്ളത്. എങ്ങനെയാണ് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോകുന്നത് അതേ സെയിം കോണ്ടാക്റ്റും കൺസെപ്റ്റിലും തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മനെ വിളിക്കും, അമ്മയുടെ സുഖവിവരങ്ങൾ തിരക്കും. അമ്മ എനിക്ക് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പൊടികളൊക്കെ പൊടിച്ചു തന്നു വിടും. അങ്ങനെ ഒരു മരുമകൾക്ക് എങ്ങനെയാണോ കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അമ്മ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ അമ്മേനെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതി തന്നെയാണ്. അപ്പം ഞാൻ ഒരു ലീഗൽ ഒരു സാധനം അതിൽ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കതൊരിക്കലും ഒരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ഇൻസെക്യൂർ ആണോ? ഒരിക്കലും അല്ല. സെക്യൂർ ആണെങ്കിൽ why don't you make it legal? So you want to jump ഇപ്പൊ ഇതെനിക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയാ tomorrow please this is the end of our life എന്ന് പറയാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ലീഗൽ ആക്കാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുൻപേ ഒരു ലീഗൽ റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഞാൻ കോടതിയിൽ ജോലി ചെയ്തിട്ടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് കോടതിയിൽ കയറാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ്. കാര്യം കോടതിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അറിയാം കോടതിയിൽ കയറുമ്പോൾ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത്. ഇപ്പം ഞങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ടിട്ട് വലിയ പ്രശ്നങ്ങൾ വന്നില്ല. കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൗൺസിലിങ്ങിന്റെ ആവശ്യമില്ല, എങ്കിലും അവർ ലീഗൽ ഫോർമാലിറ്റി ആയതുകൊണ്ട് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് തന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത സിറ്റിങ്ങിൽ 3 മാസത്തേക്ക് വീണ്ടും മാറ്റിവെച്ച സാധനം ഞാൻ അഡ്വാൻസ് ചെയ്തു. കാര്യം അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാവണ്ട, അദ്ദേഹത്തിന്റെ ജോലിയിൽ ബുദ്ധിമുട്ടാവണ്ട, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ വന്നു പോകേണ്ട ബുദ്ധിമുട്ട് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ 10 ഡേയ്സിനുള്ളിൽ അഡ്വാൻസ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് സെൽഫി എടുത്തിട്ട് നല്ല മനോഹരമായി ഹഗ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ആ രീതിയിൽ തന്നെ. എപ്പോഴും വിളിക്കും. 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ, മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹമായിട്ട് എങ്ങനെയാണോ ഞാൻ സൗഹൃദം കീപ്പ് ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സൗഹൃദം കീപ്പ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ എന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ അദ്ദേഹം ചോദിക്കാനും വന്നിട്ടില്ല. ഞങ്ങൾ ആ സാധനം ഡിസ്കസ് ചെയ്യാനും പോയിട്ടില്ല. ഡിസ്കസ് ചെയ്താലും ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ബന്ധുക്കളെ അദ്ദേഹത്തിന് അറിയാവുന്നതിൽ കൂടുതൽ എനിക്കാണെന്ന് തോന്നുന്നു അറിയുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ
മദർ ഇൻ ലോയുമായിട്ട് എല്ലായിടത്തും പോകുന്നത് ഞാനായിരുന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അറിയത്തില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർ ആരൊക്കെയാണെന്നുള്ളത്. അപ്പം അവരുടെ എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ ഒരുമിച്ചാണ്. എന്റെ പാർട്ട്ണറിനെയും കൂട്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇന്നലെ പോലും ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നതേ ഉള്ളൂ. എന്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഇന്നലെ ചെന്നപ്പം പലരും ചോദിച്ചു ചേട്ടൻ വിളിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു 2 ദിവസം മുന്നേ വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഇട്ടിട്ട് പോവാനായിട്ടുള്ള ഒരു സുഗമമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലല്ല ഇതിനെ ലീഗലൈസ് ചെയ്യാത്തത്. ഇപ്പം മാരേജ് റിലേഷൻഷിപ്പിലാണേലും എനിക്ക് 14 വർഷം സഹിച്ചു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തപ്പോഴത്തേക്കാണ്. അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല, എനിക്കിനിയും സഹിക്കാൻ പറ്റത്തില്ല, സഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തതിൽ നിന്നാണ് ഞാൻ അവിടുന്ന് പിന്മാറിയത്. ഇപ്പം ഞാൻ മ്യൂച്വൽ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നില്ല. അതേസമയം മ്യൂച്വൽ അല്ലാത്തൊരു സാധനം ഒരു കേസ് ത്രൂ പോകുന്നതാണെങ്കിൽ എത്ര വർഷം അവർ കോടതി കയറി ഇറങ്ങണം. എനിക്കിപ്പോഴും അറിയാം, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള പല ആൾക്കാരും കോടതി ചെന്നുണ്ട്. ഈവൻ ജെംസ് അടക്കം പുരുഷന്മാരടക്കം എന്നെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടിട്ട് എന്നെ വിളിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്, എൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്. അതിന് പോലും സമ്മതിക്കാത്ത സ്ത്രീകളുണ്ട്. അച്ഛനെ കുട്ടീനെ കാണാൻ പോലും സമ്മതിക്കാതെ. അങ്ങനെ പല പല ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ എന്നെ വിളിക്കുമ്പോഴത്തേക്കും 6, 7, 8 വർഷമായിട്ട് കോടതി കയറി ഇറങ്ങി നടക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സിനെ എനിക്കറിയാം. അപ്പം എനിക്ക് ഇനിയൊരു റിലേഷൻഷിപ്പ് ഒരു ലീഗലൈസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കോടതിയിൽ ചെന്ന് ഇത് പിരിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ല. കാര്യം അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടിട്ടാണ്. ഇപ്പൊ ഇത്രയും അറിയുന്ന പാർട്ണറാണെങ്കിൽ എന്തിനങ്ങനെ പോകണം? ഇപ്പം ഞങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട, ഇനി അയാളെ എനിക്ക് ഒട്ടും ആപ്റ്റില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ അയാളെ ഉപേക്ഷിക്കും. അതിനർത്ഥം ഞാൻ അടുത്തൊരു പാർട്ട്ണറിനെ തേടാൻ വേണ്ടിയിട്ടാണെന്നല്ല. ചിലപ്പോൾ എനിക്ക് ഇനി അടുത്തൊരു പാർട്ട്ണറെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കും. എനിക്കതിന് എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ സെക്യൂർ ആണെന്നുള്ളല്ലോ. എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ, എനിക്ക് ഏൺ ചെയ്യാൻ എന്ന് പറ്റുന്നവരെ ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യൂ. യെസ്, കമ്പാനിയൻഷിപ്പ്, നോട്ട് ഫ്രണ്ട്ഷിപ്പ്, കമ്പാനിയൻഷിപ്പ് എന്റെ കൂട്ടത്തിൽ വേണം. ഞങ്ങൾ എപ്പോഴും മറ്റേ ഒരു സിനിമയിലെ ഡയലോഗ് പറയാം. സോറി, ഒരു വുമൺ കമ്പാനിയനും നമുക്ക്, ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലെസ്ബിയനിസം ഓർ എനിത്തിങ്, യു ക്യാൻ ഹാവ് എ ഫ്രണ്ട് ഓൾസോ, എ വുമൺ ഫ്രണ്ട് ഓൾസോ, എ പാർട്ണർ. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ വേണം തോന്നിയാൽ, ഇപ്പം എനിക്കൊരു സ്ത്രീയോടാണ് ഒരു അഗാധ പ്രേമം ഇനി തോന്നുന്നത്. പ്രേമത്തിനെ കുറിച്ച് പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഓഡിയൻസ് ഓൾസോ. ഇപ്പൊ ഒരു നിങ്ങൾ പറയണു നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി, അതൊരു വുമൺ ഫ്രണ്ടിനും തരാവുന്ന സെക്യൂരിറ്റികളേ ഉള്ളൂ. ഇനി ലെറ്റ്സ് സ്റ്റോപ്പ് ദാറ്റ് ഡിസ്കഷൻ. അതിലേക്ക് സെക്യൂരിറ്റി ഒരിക്കലും മറ്റൊരാളെ ബേസ് ചെയ്തല്ല ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോഴാണ്, അല്ലെ നമ്മൾ ഏൺ ചെയ്യുമ്പോഴാണ്, നമുക്ക് ഇൻകം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ സെക്യൂർ ആകുന്നത്. നമുക്കൊരാൾ മറ്റൊരാൾ കൊണ്ടുതരിക, നമ്മുടെ പാർട്ട്ണർ കൊണ്ടുതരിക, നമ്മുടെ ഭർത്താവ് കൊണ്ടുതരിക, നമ്മുടെ അച്ഛൻ കൊണ്ടുതരിക, നമ്മുടെ മകൻ കൊണ്ടുതരിക എന്നുള്ള കൺസെപ്റ്റിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടെ ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെ, അഞ്ജുക്കാണ് വർക്ക് ചെയ്യുന്ന ആളാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന. അഞ്ജുന് ഈ കാര്യത്തില് ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞിരുന്നു, അവരുടേതായ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആരതിയുടെ മാതിരി തന്നെ ഒരു വിവാഹ ജീവിതത്തിൽ നിന്നതിന് ശേഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഈ രണ്ടിലേക്കും വരുന്നത്, ഇപ്പൊ രണ്ടുപേരുടെയും പറഞ്ഞു എത്രമാത്രം കംഫർട്ട് ആയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതൊരു ഡിവോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ ലീഗലി കല്യാണം കഴിച്ചു. കാരണം കോടതി എനിക്ക് നേരിട്ട് ഡിവോഴ്സ് തന്നതായിരുന്നു. പുള്ളിക്കാരൻ തരത്തില്ല എന്ന് പറഞ്ഞാണ് എന്നെ ആരതി പറഞ്ഞതുപോലെ 7-8 വർഷങ്ങൾ നമ്മളെ കോടതി കയറ്റി, ഓരോ മാസവും കോടതി പോയി മണിക്കൂറുകൾ നിൽക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ, അതാണ് ഈ ഡിവോഴ്സിനകത്ത് ഏറ്റവും വൃത്തികെട്ട പ്രൊസീജിയർ. ഇപ്പൊ അത് മാറി 6 മാസത്തിനകം എന്നുള്ളതെല്ലാം ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എന്ന് തോന്നുന്നു. ഇല്ല, പറച്ചിലേ ഉള്ളത് വരെ നിയമത്തിൽ വന്നിട്ടില്ല. ഓക്കെ, കാരണം അതാണ് വീണ്ടും ആൾക്കാര് ഒന്നും കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടാന്ന് തന്നെ ആൾക്കാർ വിചാരിക്കുന്നതിന്റെ മെയിൻ ഒരു റീസൺ ഈ 10 വർഷത്തോളമുള്ള കോടതി കയറ്റവും വക്കീലന്മാർക്ക് കൊടുക്കുന്ന ഫീസും അതിൽ നിന്ന് അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഡിവോഴ്സ് കോടതി അയാൾ തന്നെന്ന് പറയാൻ പറ്റത്തില്ല, കോടതി ഗ്രാന്റ് ചെയ്ത്. കാരണം 6 വർഷം സെപ്പറേറ്റ് ആയി കഴിയുമ്പോ കോടതി നമ്മൾ ഡിവോഴ്സിന് കൊടുത്താൽ തരുമല്ലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച്. പക്ഷെ കല്യാണം കഴിച്ചത് ഇങ്ങനെ സമൂഹത്തിനകത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നേ ഉള്ളൂ. കാരണം ലിവിങ് ടുഗദർ ആണെങ്കിലും കല്യാണം കഴിച്ചാലും നമ്മൾ തമ്മിലുള്ള ഒരു വേവ് ലെങ്ത് ഇല്ലേ, അതില്ലാത്ത ഒരാൾക്ക്. രണ്ടാമത് ചെയ്തിരിക്കുന്ന വിവാഹം രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണോ? രജിസ്റ്റർ ചെയ്തിരുന്നു.
5 years കഴിഞ്ഞ് എനിക്ക് അതായത് ആദ്യം നിങ്ങൾ ഒരുമിച്ച് താമസിച്ച ശേഷം നിങ്ങൾക്ക് തോന്നി ഓക്കെ കംഫർട്ട് ആണ് അല്ല എനിക്ക് കംഫർട്ട് ആണല്ലോ നമ്മള്. അല്ല ഞാൻ അങ്ങനെയല്ല, നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ച് പോകാനുള്ള ഫ്രീഡം ഉണ്ട് ഇതില്. അപ്പൊ ഞാൻ ചോദിച്ചത് ഒരു വീണ്ടും രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു രജിസ്റ്റർ ചെയ്ത്, കാരണം അതിനകത്ത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എന്റെ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോ പുള്ളിയുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ്, പക്ഷെ അതിനൊന്നിനും നമ്മുടെ നിയമത്തിനകത്ത് ഒന്നത്തിനും നമുക്ക് സെക്യൂരിറ്റി ഇല്ല. ഈ മാര്യേജ് എന്ന് പറഞ്ഞാലും ഇതിനകത്ത് രണ്ടാമത് കല്യാണം കഴിക്കുന്നവർക്കൊന്നും സെക്യൂരിറ്റി ഇല്ല. കാരണം അവരുടെ 2 മക്കള് നേരത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇതിനകത്ത് അവർക്കെല്ലാം കൊടുത്തിട്ടാണ് ഡിവോഴ്സ് ആവുന്നത്. ഫസ്റ്റ് ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഫുൾ സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയുള്ളതിനകത്തൊന്നും മൈനറായിട്ടുള്ള ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുമ്പോൾ പോലും വക്കീലുമാര് പറയുന്നത് ജനിച്ച മക്കളായതുകൊണ്ട് അവർക്ക് അവകാശമുണ്ട്. പിന്നെ എന്ത് സെക്യൂരിറ്റിയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്? കാരണം നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റും ഇല്ലേ, ശരിയല്ല. യെസ്, അതാണ് ഇതിലൊരു കാര്യം. പല കാര്യങ്ങളും നമ്മുടെ സിസ്റ്റമാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള സോഷ്യൽ പ്രഷർ, പിന്നെ അച്ഛനമ്മമാർ, കുടുംബത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ വല്ലാണ്ട് പ്രഷർ ചെയ്യും. കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് നൊന്ത് പ്രസവിച്ച കുട്ടിയെ വലിച്ചെറിയേണ്ടി വന്നത്? അതൊരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്. ഇത് വളരെ സ്വാഭാവികമായിട്ട് ഞാൻ പ്രസവിച്ച കുട്ടിയെ എനിക്ക് വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ വളരെ. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഞാൻ ഒരുപാട് സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ ഒരു 80% സ്ത്രീകളും അവർക്ക് സൊസൈറ്റി അംഗീകരിക്കുന്ന, അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. കാരണം സൊസൈറ്റി അംഗീകരിക്കണം, അവർക്ക് അതിന്റെ പേരിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഫാമിലി സിസ്റ്റത്തിൽ നിൽക്കൂല. ഞാനിത് 80 എന്ന് പറഞ്ഞപ്പോ പല ആൾക്കാരും പറഞ്ഞ 80 അല്ല 99 എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ചേച്ചി നമുക്ക് എന്താണ് ഇഷ്ടം? അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞുങ്ങള് ആ പ്രായത്തിൽ എങ്ങനെ അവര് വലുതായി വളർത്തി അതിനെ പറ്റിയൊന്നും എനിക്ക് ആലോചിച്ചിട്ട് എന്റെ മനസ്സിൽ വരുന്നത് പോലും ഇല്ല. കാരണം ആ ഒരു ഏജ് അതായിരുന്നു. പക്ഷെ ഒരു 45 വയസ്സ് കഴിയുമ്പോ നമുക്കൊരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് വളർത്താനോ അതിനെ സ്നേഹിക്കാം, അപ്പൊ നമ്മൾ മെച്യൂർ ആകും. പക്ഷെ അന്നേരം സമൂഹം ഇവക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളോ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ത്യജിക്കേണ്ടി വരും. ജ്യോതി ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ 70% സ്ത്രീകളും ഇറങ്ങി ഓടുമായിരിക്കുന്നത്. How can a mother run? Maybe you can from a spouse, but how can a mother run? അമ്മ ഞാൻ പറയട്ടെ, let me complete. ഇപ്പൊ രാവിലെ I was feeling little depressed, okay, for various reasons. അപ്പൊ എന്റെ മകൻ ഇന്നലെ വന്നേയുള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. ഞാൻ അർജുൻ can I മോന്റെ ലാപ്പിൽ ഒന്ന് കിടന്നോട്ടെ? അപ്പൊ മോനെ കമോൺ എന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ ലാപ്പിൽ കിടന്നു. അവന്റെ കൈയെടുത്തുണ്ട് ഇവിടെ വെച്ചു, ഞാൻ എന്റെ കൈയെടുത്ത് അവൻ ഇങ്ങനെ വെച്ചു. That comfort, no mother can run away from the comfort of her children. ഇപ്പൊ 70% സ്ത്രീകളെ how can you say that they are not mothers, they don't want the love and affection? She wants her son, she wants her children. How can you say they'll run away from their children? Affection, love you get from the children, the hug. ഇന്നലെ അവൻ വന്നിറങ്ങി പിടിച്ച് ഹഗ് ചെയ്തപ്പോ കിട്ടുന്ന ആ സന്തോഷം, അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? മദർഹുഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് കോമയിലുള്ള സാധനമാണ്. ഇതേ അമ്മ തന്നെയാണ് ആ കുട്ടിയെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇന്നലെ അവൻ വന്നിറങ്ങി പിടിച്ച് ഹഗ് ചെയ്തപ്പോ കിട്ടുന്ന ആ സന്തോഷം, അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? മദർഹുഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് കോമയിലുള്ള സാധനമാണ്. ഇതേ അമ്മ തന്നെയാണ് ആ കുട്ടിയെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. 2 കുട്ടികളെ കൊണ്ടുപോയി ഏതോ മൊബൈൽ ക്യാമറയിൽ അല്ല ചാറ്റിൽ കൂടെ പരിചയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി അമ്മ കൊണ്ടുപോയി 2 കുട്ടികളെ എറിഞ്ഞു അടുത്ത സംഭവം നമ്മൾ ഈ അടുത്ത ഇടയിൽ ഇതായിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആളുകളുണ്ട്. കല്യാണം കഴിച്ച സ്ത്രീകൾ വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന അമ്മമാരുണ്ട്. അപ്പൊ ഈ മദർഹുഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു എന്തോന്ന് ഇതായിട്ടുള്ള ഒരു സാധനം അല്ല. ശരിക്കും നമുക്ക് വളരെ ഇറങ്ങി ഓടുന്നുള്ള വാക്കല്ല ഞാൻ ചോദിച്ചത്. ഇന്നത്തെ സംവിധാനത്തില് ഈ കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിനെ വെറുപ്പോടെയാണ് ജീവിക്കുന്നത്.
അവനവനായിട്ട് ജീവിക്കാൻ ഒരു തരി പോലും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല. പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പോകുന്ന സ്ത്രീകളാണ് പറ്റുന്നില്ല സ്ത്രീകൾക്ക്. ഇത് ഒരു തരം കച്ചവടമാണ് നടക്കുന്നത്, അടിമ കച്ചവടമാണ് നടക്കുന്നത് കല്യാണം എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടില്. അവരുടെ ഒരു പാർട്ട്ണറെ തെരഞ്ഞെടുക്കുന്ന മൂന്നാംകാരനോ മറ്റോ ജാതകക്കാരനോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ പുതിയ സാധനം വന്നിട്ടുണ്ടല്ലോ മറ്റേ ഇതില് മാട്രിമോണിയൽ ഇത്, ഇവരാണ് എന്റെ കൂടെ ആര് ജീവിക്കണം തീരുമാനിക്കണം, ഞാൻ ആരെ കെട്ടിപ്പടിക്കണം, ആരെ ഉമ്മ വയ്ക്കണം, ഞാൻ ആരോടാണോ തീരുമാനിക്കുന്നത് വേറെ ആരോ. ഇതെങ്ങനെ സാധ്യമാകും? ശരീരം മിക്കാൻ പോകുന്ന സ്ത്രീകളോട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാശിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരു പുരുഷന്റെ ആൾക്കാർക്ക് നമ്മുടെ മക്കളെ അങ്ങോട്ട് തള്ളി വിടാൻ നമുക്ക് യാതൊരു മടിയില്ല. അയാളായിട്ട് എന്ത് പരിചയമാണ്? ഏത് കുട്ടിയാ ചേച്ചി ജ്യോതി അങ്ങനെ ചെയ്യുന്നത്? ഇപ്പോഴും കല്യാണം എങ്ങനെയല്ലേ? ഫോർ ഔട്ടിങ്സ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം. അവർ രണ്ടുപേരും കണ്ടു, ഇഷ്ടപ്പെട്ടു, 1.5 കൊല്ലം കഴിഞ്ഞ കല്യാണം വെച്ചിരിക്കുന്നത്. അതൊക്കെ എവിടെ എത്ര പേർക്ക് സാധ്യത? എനിക്ക് 40 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അവരുടെ ജീവിത പങ്കാളിയെ അച്ഛൻ കൊണ്ടുവന്ന അമ്മ കൊണ്ടുവന്ന ഒരാളെ കാണാണ്ട് ഇഷ്ടപ്പെടാണ്ട് സംസാരിക്കാണ്ട് ഔട്ടിങ് ഞാൻ കാണിച്ചു തരാം. സിനിമയ്ക്ക് മേ ബി ദേ ആർ നോട്ട് ഹാവിംഗ് എ ബെഡ്റൂം റിലേഷൻഷിപ്പ്, അല്ലാണ്ട് ബാക്കി എല്ലാ തരത്തിലും സൗഹൃദത്തിൽ കൂടെ കടന്നു പോകുന്നത് വളരെ യാന്ത്രികമായിട്ട്. അങ്ങനെയൊന്നും അല്ല. സ്ത്രീകൾക്ക് എത്ര പാർട്ട്ണറെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന എത്ര ശതമാനം സ്ത്രീകൾ, നമ്മുടെ പെൺകുട്ടികള് സ്ത്രീകള് നമ്മുടെ നാട്ടിലുണ്ട്. 90% ഉണ്ട്. ഐ ചാലഞ്ച് യു ഓൺ ദാറ്റ്. ഐ ചാലഞ്ച് യു ഓൺ ദാറ്റ്. ഞാൻ പറയാണ്, എല്ലാ കല്യാണത്തിന്റെയും ഇത് കൊണ്ടുവന്നിട്ട് ആ സ്പൗസിനെ എത്ര നാളായിട്ട് അവർക്ക് പരിചയം ഉണ്ടായിരുന്നു എന്ന് ജ്യോതി ഞാൻ ജ്യോതിക്ക് അതിന്റെ കണക്ക് തരാം. കാണാതെ കേൾക്കാതെ അറിയാത്ത ഒരാളെ ഇപ്പൊ കല്യാണം ആരും കഴിക്കും. 90% പെൺകുട്ടികൾ അവരവരുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന ഇവിടെ ജാതി ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല. കാരണം അവരവരുടെ ജാതി മതമൊക്കെ നിലനിൽക്കണേ. ഇത് നിലനിൽക്കുന്നത് മാട്രിമോണിയൽ സൈറ്റ് പോലും കാണത്തില്ലല്ലോ ചേച്ചി. സ്ത്രീധന മരണങ്ങൾ നടക്കൂലേ? ഇത്രയും സ്ത്രീപീഡനങ്ങൾ നടക്കൂലേ? നമുക്ക് അവിടെയുള്ള ഒരു സുന്ദരനെ എനിക്ക് കാണാൻ എഴുതാനും പരസ്യത്തിൽ എഴുതാനും പറ്റും. It's become wide, അല്ലേ? ഇത് you are a psychologist. You say your words. You say your opinions. സ്ക്രിപ്റ്റിൽ എഴുതാൻ പറ്റും, പരസ്യത്തിൽ എഴുതാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെയല്ല. അത് കുടുംബത്തിന്റെ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും പറഞ്ഞതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആദ്യം നിങ്ങളൊക്കെ തുടക്കത്തിൽ ആ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കൂടെയുള്ള കമ്പാനിയൻ ആളെ ആശ്രയിച്ചിട്ടായിരിക്കും. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഫാമിലിയുടെ സപ്പോർട്ട് കൂടി ചിലർക്ക് ഉണ്ടാവുമ്പോൾ അതൊരു ഇതുണ്ടാവും. ഇതിൽ എല്ലാറ്റിലും സ്ത്രീ ഇപ്പോഴും ഞാൻ ചോദിച്ച ആ ചോദ്യം ഒരു പ്രശ്നമുണ്ട്. സ്ത്രീ സുരക്ഷിതയാണോ എന്ന് ചോദിക്കില്ല. ലൈഫിലും അല്ല, മാരിറ്റൽ ലൈഫിലും അല്ല, ഈ അറേഞ്ച് മാരേജിലും അല്ല, അറേഞ്ച് റിലേഷൻഷിപ്പ് ഇല്ലാതെ ചുമ്മാ നിൽക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ പോലും അവളും സുരക്ഷിതയല്ല. സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. സ്ത്രീ സ്വന്തം കാലിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവളുടെ ഫീലിങ്സിനെ, അവളുടെ കാര്യങ്ങൾ അവൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അത് അവൾക്കൊരു വ്യക്തമായ കാഴ്ചപ്പാട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം നമുക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിൽ കുറച്ചും കൂടി ഒരു ഇതുള്ളത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോകുന്നു, ആ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പുറത്ത് പറഞ്ഞ മാതിരി, പത്മജ മാം പറഞ്ഞ മാതിരി നല്ലൊരു കമ്പാനിയനാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഫാമിലി സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് വളരെ ആരതിയുടെ ഇതിലാണ് ഞാൻ കേട്ടത്, അവിടെയും ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെയും അമ്മമാർ അവരുടെ ഒക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഒരു അങ്ങനെ ഒരു മാരേജ് ലൈഫിലാണെങ്കിലും ഇതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതാണ്. അപ്പം കുറേയൊക്കെ ആളുകളുടെ ഇടയിൽ മാറ്റം വന്നിട്ടുണ്ട്, ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കണം, ഇതിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളതല്ല, അതിലേക്ക് വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുതിയ ജനറേഷന് അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തെന്ന് ആദ്യം വ്യക്തമാക്കാൻ പറ്റണം. അവർക്ക് പഠിക്കാനും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനും പറ്റണം. പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തും കുട്ടികളുടെ കാര്യങ്ങളെ കുറച്ചും കൂടി കേൾക്കാനും അവർ പറയുന്നതിനെ മനസ്സിലാക്കാനും കൂടി സാധിച്ചാൽ തന്നെ കുറെ ഇത് മാറും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഇപ്പൊ ഇവർ രണ്ടുപേരും വേറൊരു തരത്തിലെങ്കിൽ വേറൊരു തരത്തിൽ ഇവര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വരുന്നത്.
അപ്പൊ അതൊക്കെ ഈ സാഹചര്യം ഇപ്പൊ അവിടെ വരുന്നില്ല, ആരിലും മാത്രമാണ് ഇല്ലത്. ജ്യോതി and ഇവർ രണ്ടാണ്. അപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ കുറെ അഡൾട്ടറി അതിന്റെയൊക്കെ ഇഷ്യൂസ് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ അത് വിവാഹമാണെങ്കിൽ അത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ വരാൻ പറ്റുള്ളൂ. അപ്പൊ അഡൾട്ടറിയും മറ്റേത് ഇപ്പോഴും ഡിവോഴ്സിനൊരു ഇപ്പൊ നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ് നോക്കുന്നെങ്കിൽ CRPC സെക്ഷൻ 125 പ്രകാരം ഒരു ലോങ് ലൈഫിൽ നിൽക്കുന്ന ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ആൾക്ക് മെയിൻ്റനൻസ് കിട്ടാനായിട്ട്, ലേഡിക്ക് മെയിൻ്റനൻസ് കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു മേൽക്കൂരയ്ക്ക് അടിയിൽ താമസിക്കുകയാണ്, DV ആക്ട് അറിയാമല്ലോ, നമുക്ക് ഏത് സമയവും നമുക്കുണ്ടാകുന്ന ത്രെട്ടിനെതിരെ നമുക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ലോങ് ലിവിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ആരാ തീരുമാനിക്കുക എത്ര വർഷമായി? ദാറ്റ് മീൻസ് യു ഹാവ് ടു ഹാവ് എ എവിഡൻസ് ഓർ റിട്ടൺ. ലോങ് ലിവിംഗ് റിലേഷൻഷിപ്പിന് എവിഡൻസിന്റെ ആവശ്യം എന്താ? നമ്മൾ പിന്നെ കോടതി എങ്ങനെ അറിയാൻ പറ്റും? യു സെഡ് കോടതിയിൽ നിന്ന് മെയിൻ്റനൻസിന് അവകാശം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ആഗ്രഹിക്കുന്ന ഇന്ന ദിവസം മുതൽ രജിസ്റ്റർ ഒരുമിച്ച് താമസിക്കുന്നു എന്നൊരു കാണിക്കണ്ടേ കടലാസ്? അല്ലാണ്ട് എങ്ങനെ കോടതി അംഗീകരിക്കാൻ? നിങ്ങൾ പ്രൂഫിന്റെ ആവശ്യമില്ല, അങ്ങനെ കോടതിയിൽ ആവശ്യമില്ല. അങ്ങനത്തെ റിലേഷനിലുണ്ടാകുന്ന പുതിയ നിയമം വന്നിട്ടുണ്ട്, പുതിയ നിയമം വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഇപ്പൊ ഈ പുതിയ നിയമത്തിലാണെങ്കിൽ നമുക്കറിയാം 23 നമ്മുടെ ഇപ്പൊ ഹൈക്കോടതി ഇതിൽ വന്ന സമയത്ത് ചില ആൾക്കാർക്ക് സമ്മതിക്കാതിരുന്നിട്ടുണ്ട്, ചിലതിന് വേറൊരു രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിന്ന് ഡിവോഴ്സ് വേണം, എന്റെ ഭാര്യ എന്നെ ഒട്ടും താവുന്നില്ല പറഞ്ഞു. അപ്പൊ ഭാര്യ തന്നെ വീണ്ടും വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഹൈക്കോടതി ഇതിലുണ്ടായതാ, അല്ല അങ്ങനെയല്ല, എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളഞ്ഞു. അപ്പൊ ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി എല്ലാം ഇടപെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുറെ വയലൻസ് ഇഷ്യൂസും ഉണ്ടായ ശേഷമാണ് ഇടപെട്ടിട്ട് ഇപ്പൊ കുറെ മാറ്റങ്ങളിലേക്ക് വരികയാണ്. പക്ഷെ എന്നിരുന്നാലും ലീഗലി എന്നുള്ള ഒരു ഇതിലേക്ക് അല്ലൊരു വിവാഹത്തിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കണ മാതിരി ഈ ഒരു ഏതൊരാൾക്കും അത് രണ്ടു കൂട്ടർ ഒരുമിച്ച് നിൽക്കുമ്പോൾ താമസിക്കുന്നത്, അത് ഏതൊരു വ്യക്തികളാണെങ്കിലും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇതിൽ വരും ആ ഒരു ഇതിലേക്ക്. ഇത് എന്തോ ആവട്ടെ, നിയമത്തിന്റെയും കാര്യത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന പുതിയ ജനറേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഈ ഒരു പോയിന്റിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ കൂടുതൽ വന്നത്. പുതിയ ജനറേഷൻ ഇതിന്റെ രണ്ടും എങ്ങനെയാണ് ജീവിതം എന്നുള്ളത്. ജീവിതം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആൻഡ് യു ഗെറ്റ് ഓൺലി വൺ ലൈഫ് ആൻഡ് യു ലിവ് ദാറ്റ് ലൈഫ് ഹാപ്പി എന്നുള്ളതാണ്. ഒരു റെസ്പോൺസിബിലിറ്റി, സെൽഫ് റെസ്പോൺസിബിലിറ്റി വേണം. ഇന്നലെ കണ്ട ആളുടെ കൂടെ അങ്ങോട്ട് പോയി ജീവിച്ചിട്ട് എല്ലാം ഇനി സൊസൈറ്റി തരും നമ്മൾ വിചാരിക്കണേന് ചിലപ്പോൾ ആലോചിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ ലിവ് ഇൻ റിലേഷൻഷിപ്പ്. ഇപ്പൊ എനിക്ക് 2 ആൺകുട്ടികളുണ്ട്, ഒരാൾ 25 and 23. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ മദർ ചെയ്യണം. മറ്റെല്ലാകുമ്പോ ഒന്നുമില്ലല്ലോ, യു ആർ ജസ്റ്റ് ഫ്രീ. ടുമോറോ യു ക്യാൻ ജസ്റ്റ് പാക്ക് ദ ബാഗ് ആൻഡ് ലീവ്. അതുകൊണ്ടാണോ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് ഞാൻ ജസ്റ്റ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. എന്റെ അഭിപ്രായമായിട്ടല്ല പറഞ്ഞ ഐ എം ഓപ്പൺ ഫോർ ഡിസ്കഷൻ, വി ആർ ഓൺ എ ഡിസ്കഷൻ. അതുകൊണ്ടാണോ ലിവ് ഇൻ റിലേഷൻഷിപ്സ്? അത് എന്തുകൊണ്ടെങ്കിലും ആയിക്കോട്ടെ, അവർ തീരുമാനിക്കുന്നത് അത് ഓരോരുത്തരുടെ ലൈഫ് അവരവർക്ക് തീരുമാനിക്കാനുള്ള ഇത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ ലീഗൽ ഫോർമാലിറ്റീസിന്റെ പുറകിന് പോയി ബുദ്ധിമുട്ടുന്നവര് പിന്നീട് ഒരിക്കലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും. ഈ കല്യാണം എന്ന് പറയുന്ന കോമാളിത്തരോ പോകേണ്ടി വരുന്നത് വീണ്ടും നമ്മൾ സോഷ്യൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ല ഞാൻ പറഞ്ഞത് ചില സമയങ്ങളില് ചില സാഹചര്യങ്ങൾ ഇപ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചിലയിടത്ത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആവണം ഈ ഒരു കാര്യത്തിൽ. എനിക്ക് അതാണ് ഇതൊന്ന് മനസ്സിലാക്കി. കാരണം ഇമോഷണലി എത്രമാത്രം നമ്മൾ സ്ട്രോങ് ആയ, അത് ഏത് റിലേഷൻഷിപ്പിലും വിവാഹത്തിലാണെങ്കിലും നിൽക്കാൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ആവേണ്ടത് സ്ത്രീക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു കഴിവും. എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യം, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സങ്കടത്തിൽ പെട്ട് പരാതികൾ പറയുന്ന അതിൽ ഒരു വിമൻ എംപവർമെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നാലാണ് പറ്റുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരിയുള്ളത് ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആണ്. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നിരുന്നാലും നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ ആസ് എ ഹ്യൂമൻ ബീങ് എവരിബഡി ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു ലിവ് ഹാപ്പിലി, വെദർ ഇറ്റ്സ് എ മാൻ, വുമൺ, ചൈൽഡ്. എല്ലാവരും സന്തോഷമായിരിക്കണം. ആൻഡ് വെറെവർ ദേ ഫൈൻഡ് ഹാപ്പിനെസ് ലെറ്റ് ദം ബി ഹാപ്പി ദേർ. അതെ, കുട്ടികൾ എന്ന് പറയുന്നതിന്റെ ഡിസിഷൻ എടുക്കുന്നത് നേരത്തെ ജ്യോതിമ പറഞ്ഞതിലാണ്. അതിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വളരെ വ്യക്തമായി
അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റണം. അത് ഏത് റിലേഷൻഷിപ്പിലുള്ള പാരന്റ്സ് ആണെങ്കിലും, എന്നിട്ട് വേണം അതിലേക്ക് കൊണ്ടുവരാൻ പങ്കാളികളാണെങ്കിലും. എന്തായാലും വളരെ വലിയൊരു വിഷയമാണ് ഇത്. ഇതിപ്പോൾ അടുത്തൊന്നുമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ കുറേ സംശയങ്ങളും ഉണ്ട്. കാരണം ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെന്നാൽ മാത്രമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ല, അപ്പുറത്തിരുന്ന് ഗാലറിയിൽ ഇരുന്ന് കാണുന്ന മാതിരിയല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ. അതുകൊണ്ടാണ് നിങ്ങളെ മാതിരിയുള്ള വ്യക്തികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. കാരണം നിങ്ങൾക്കാണ് കൂടുതൽ പറയാൻ പറ്റുക, അതിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക്. അതുമാതിരി വിവാഹത്തിൽ അവിടെ പത്മജാമേനോൻ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവരും സംസാരിക്കുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്, സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ താങ്ക് യു എല്ലാവരോടും. എന്തുകൊണ്ടായിരിക്കും സ്ത്രീ അങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്? എന്തായിരിക്കും സ്ത്രീ മറ്റൊരാളെ തേടി പോകുന്നത്? വൈ ലേഡീസ് എന്നിങ്ങനെ പോണേ? ചിലപ്പോ പുരുഷന്മാർ പോകുമ്പോൾ അതൊരു പ്രശ്നമല്ല, സ്ത്രീ പോകുമ്പോഴാണ് പ്രശ്നം. ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് വന്നപ്പോഴത്തേക്കും അടച്ചുപൂട്ടപ്പെട്ട് അവർക്ക് അവരുടെ ഇമോഷൻസ് ആരോടും പറയാൻ പോലും പറ്റണില്ല. പിന്നെ ആകെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഫോണാണ്. മറ്റൊരാളെ തേടി സ്ത്രീ പോയതല്ല, ആക്ച്വലി സ്ത്രീനെ മറ്റൊരാള് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇവിടെ ഒരു ഷോൾ ഇടാതെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാർ ചോദിക്കും, നീ എന്താ ഷോൾ ഇടാത്തെ, രണ്ട് സൈഡിലും പിൻ ചെയ്തില്ലേ, അല്ലെ അവര് നോക്കില്ലേ, എല്ലാം അവൾക്കാണ് പ്രശ്നം. പിന്നെ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓക്കെ അല്ലാത്തതിനെ ഓക്കെ അല്ല എന്ന് പറയാനും, അത് ഓക്കെ അല്ലെങ്കിൽ ആ നോയിനെ ആക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ള ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും.